ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പുപ്പൻ ആൻഡ് ദി ബോയ്സ്, നിസാരം ഫെയിം, അനന്തരാമൻ സംവിധാനം ചെയ്തു വന്നിട്ടുള്ള ഗ്രാനി എന്ന ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വീട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ഷോർട്ട് ഫിലിം നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യം തന്നെ ഈ ഷോർട്ട് ഫിലിമിന്റെ കഥ ചുരുക്കത്തിലെന്ന് പറയാം. അതായത് റോണി എന്ന ഒരു മെയിൽ ഹോം നേഴ്സ് ഗ്രാനി എന്ന ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് അവരെ നോക്കാനായി വരികയും വന്നത് മുതൽക്കേ തന്നെ റോണിക്ക് ഗ്രാനിയിൽ എന്തെല്ലാമോ അസ്വാഭാവികത തോന്നുകയും അവരുടെ സ്വഭാവത്തിലെല്ലാം ചില ദുരൂഹതകൾ തോന്നുകയും 4-5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഭയപ്പെട്ടുകൊണ്ട് റോണി അവിടെ നിന്ന് പോകാനായി തുനിയുകയും എന്നാൽ 2 ആഴ്ച പൂർത്തിയാക്കിയാൽ മാത്രമേ ശമ്പളം തരികയുള്ളൂ എന്ന് ഗ്രാനി പറയുകയും കൂടാതെ റോണിയെ അവിടേക്ക് അയച്ചിട്ടുള്ള പോളി എന്ന ബ്രോക്കർ ഒരാഴ്ച കൂടി അവിടെ നിൽക്കുകയാണെങ്കിൽ മറ്റെവിടെയെങ്കിലും ജോലി തരപ്പെടുത്താമെന്ന് പറയുകയും അതുകൊണ്ട് റോണി വീണ്ടും ഒരാഴ്ച കൂടി അവിടെ നിൽക്കാനായി നിർബന്ധിതനാവുകയും ഇങ്ങനെ ഒരാഴ്ച കൂടി പൂർത്തിയാക്കി പിറ്റേന്ന് പോകാനായി റോണി ഒരുങ്ങിയിരിക്കുമ്പോൾ അന്നേ ദിവസം രാത്രി അവിടേക്ക് ഗ്രാനി വരികയും ഒരു കഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഈ കഥയാണ് ഷോർട്ട് ഫിലിമിന്റെ മെയിൻ തീം. അതായത് ഗ്രാനി പറയുന്ന ആ കഥയിൽ പണ്ട് റാഹേലമ്മ എന്നൊരു സ്ത്രീ ജീവിച്ചിരുന്നുവെന്നും അവർക്ക് 7 മക്കളുണ്ടായിരുന്നുവെന്നും അവരുടെ ഭർത്താവ് എപ്പോഴും അവരെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും വളരെ കഷ്ടപ്പെട്ടെല്ലാം റാഹേലമ്മ മക്കളെ വളർത്തിയെന്നും എന്നാൽ മൂത്ത മകൻ വളർന്നു വലുതായി മറ്റൊരു നാട്ടിലേക്ക് പോവുകയും അവിടെ വെച്ച് ഒരു വിവാഹം കഴിക്കുകയും വിവാഹത്തിന് റാഹേലമ്മയെ വിളിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്റെ മക്കൾക്കൊന്നും തന്നെ മതിപ്പില്ലെന്ന് റാഹേലമ്മയ്ക്ക് തോന്നുകയും ആ വിഷമത്തിൽ റാഹേലമ്മ ആത്മഹത്യ ചെയ്യാനായി ഒരുങ്ങുകയും പെട്ടെന്ന് അവിടേക്ക് ചെകുത്താൻ പ്രത്യക്ഷപ്പെടുകയും ഈ നാട്ടിലുള്ളവർക്കെല്ലാം നിങ്ങളോട് മതിപ്പും ഭയവും തോന്നുന്ന രീതിയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരാമെന്ന് ചെകുത്താൻ പറയുകയും പകരമായി നിങ്ങളുടെ മക്കളെയും ഭർത്താവിനെയും ഞാൻ എടുക്കുമെന്ന് ചെകുത്താൻ പറയുകയും ചെയ്യുന്നു. റാഹേലമ്മ ഇത് സമ്മതിക്കുകയും അതിന്റെ ഫലമായി റാഹേലമ്മയുടെ ഭർത്താവിനെയും 7 മക്കളിൽ ആദ്യത്തെ 4 പേരെയും ചെകുത്താൻ കൊല്ലുകയും ചെയ്യുന്നു. ആ സമയം റാഹേലമ്മ സ്വബോധത്തിലേക്ക് എത്തുകയും ബാക്കിയുള്ള 3 മക്കളെങ്കിലും ചെകുത്താൻ കൊല്ലാതിരുന്നതിൽ ചെകുത്താനോട് നന്ദി പറയുകയും ചെയ്യുമ്പോൾ താൻ ഇവരെ കൊല്ലാതിരുന്നത് കാരുണ്യം കൊണ്ടല്ല, പകരം ഇങ്ങനെ മനുഷ്യരെ കൊന്നത് അവരുടെ ഭയത്തെ തിന്നാൻ വേണ്ടിയായിരുന്നുവെന്നും ഇളയ 3 കുട്ടികൾക്കും തന്നെ കണ്ട് ഭയമൊന്നുമില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ അവരെ കൊല്ലാത്തതെന്ന് പറയുകയും പിന്നീട് ബാക്കിയുള്ള ആ 3 മക്കളിൽ ആദ്യത്തെ 2 പേർ വീണ്ടും വളരുകയും അതിൽ മൂത്തവൻ ചെകുത്താനെ കണ്ട് ഭയപ്പെടുകയും ചെയ്യുമ്പോൾ അവനെ കൊല്ലുകയും വീണ്ടും 6ാമനെയും ചെകുത്താൻ കൊല്ലുകയും ഈ സമയം ഇളയവനായിട്ടുള്ള 7ാമത്തെ കുട്ടിയെ റാഹേലമ്മ മറ്റാരുടെ കൈവശം കൊടുത്തുകൊണ്ട് ആ നാട്ടിൽ നിന്നും പുറത്തെത്തിക്കുകയും ചെയ്യുന്നു. സോ തനിക്ക് ആ ഒരു കുട്ടിയെ ഭക്ഷിക്കാനാകാത്തതിന്റെ ദേഷ്യത്തിൽ ചെകുത്താൻ ആ നാട്ടിലുള്ള മറ്റുള്ളവരെയെല്ലാം ഉപദ്രവിച്ചു കൊല്ലുകയും ഈ ഒരു കുട്ടിയെ കിട്ടുന്നിടം വരെ റാഹേലമ്മയുടെ കൂടെ കഴിയുകയും ചെയ്യുന്നു. കൂടാതെ ചെകുത്താൻ പറഞ്ഞതുപോലെ റാഹേലമ്മയോട് ആ നാട്ടുകാർക്കെല്ലാം ഭയവും മതിപ്പും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഗ്രാനി റോണിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥ. ഈ കഥയെല്ലാം കേട്ടുകൊണ്ട് റോണി ഒരുപാട് ഭയപ്പെടുകയും പെട്ടെന്ന് അവിടെ കരണ്ട് വരികയും അപ്പോൾ കുറച്ച് ഭയമെല്ലാം മാറുന്ന റോണി റാഹേലമ്മയ്ക്ക് വൈനിൽ ഉറക്കഗുളിക കലക്കി കൊടുത്തുകൊണ്ട് അവരെ മയക്കിക്കെടുത്തുകയും അവിടെ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുകയും എന്നാൽ വീടിന്റെ മുൻവശം പൂട്ടിയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോളി എന്ന ബ്രോക്കറെ വിളിക്കുകയും അയാൾ പറഞ്ഞു കൊടുത്തതനുസരിച്ച് വീടിന്റെ പുറകിൽ കൂടി പോവുകയാണെങ്കിൽ അവിടെ ഒരു വെയർ ഹൗസ് ഉണ്ട്, അവിടെ ഇരിക്കാനും അവിടേക്ക് താൻ 1 മണിക്കൂറിനുള്ളിൽ വരാമെന്ന് പറയുകയും റോണി ആ വഴിയെ പോവുകയും അവിടെയുള്ള വാതിലിൽ ചോരക്കറ കണ്ടുകൊണ്ട് റോണി ഭയപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് പോയിരിക്കുകയും അവിടേക്ക് ഗ്രാനി ഒരു കോടാലിയുമായി വന്നുകൊണ്ട് റോണിയെ കൊല്ലുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ കഥയെന്ന് പറയുന്നത്. ഈ ഫിലിം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം ഈ ഗ്രാനി തന്നെയായിരുന്നു ചെകുത്താൻ, അല്ലെങ്കിൽ ഗ്രാനിയുടെ ഉള്ളിലായിരുന്നു ചെകുത്താൻ എന്നതാണ്. കാരണം റോണിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റോണി ഗ്രാനിയുടെ പേര് ചോദിക്കുമ്പോൾ ഗ്രാനി പറയുന്നത് പള്ളിയിൽ പോകുന്ന ശീലമുണ്ടെങ്കിൽ എന്റെ പേര് പലപ്പോഴും കേട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ബൈബിളിലെ പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളുടെ എല്ലാം പേരുകൾ റോണി പറയുകയും അതൊന്നുമല്ല തന്റെ പേരെന്ന് ഗ്രാനി മറുപടിയും കൊടുക്കുന്നുണ്ട്. അതായത് സത്യത്തിൽ അവിടെ ചെകുത്താൻ എന്നാണ് തന്റെ പേരെന്നാണ് ഗ്രാനി ഉദ്ദേശിക്കുന്നത്. കൂടാതെ റോണിയെ അവസാനമായി കൊല്ലുന്ന സമയത്ത് ഗ്രാനി പറഞ്ഞതുപോലെ റാഹേലമ്മയുടെ മക്കളെയെല്ലാം ചെകുത്താൻ കൊന്നു ഭക്ഷിച്ചു എന്നതുപോലെ ഗ്രാനി റോണിയെ കൊന്നു ഭക്ഷിക്കുന്നതായും കാണാം. അതോടൊപ്പം തന്നെ ഗ്രാനി ഇങ്ങനെ റോണിയെ ഭക്ഷിച്ചതിന് ശേഷം ഗ്രാനിയുടെ ശരീരത്തിൽ നിന്നും ഒരു കറുത്ത രൂപം ആകാശത്തേക്ക് പോകുന്നതായും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാനിയുടെ ശരീരത്തിനുള്ളിൽ തന്നെയാണ് ചെകുത്താൻ വസിച്ചിരുന്നതെന്നും അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഗ്രാനി ഒറ്റയ്ക്ക് സംസാരിക്കുന്നതെന്നും അവിടെയെല്ലാം ഈ ഗ്രാനിയും ചെകുത്താനുമായി സംസാരിക്കുകയാണെന്നും ഇതുകൊണ്ടെല്ലാമാണ് ഗ്രാനി തന്റെ പേര് ചെകുത്താനാണ് എന്നുള്ള അർത്ഥത്തിൽ റോണിയോട് പറഞ്ഞതെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം.
അതേപോലെ ഈ റോണി എന്നത് റാഹേലമ്മയുടെ ആ ഇളയ മകനായിട്ടുള്ള ചെകുത്താൻ അത്രയും കൊല്ലം കാത്തിരുന്നിട്ടുള്ള ആ കുട്ടിയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഈ റോണിയെ കൊന്നതിന് ശേഷം ഗ്രാനിയുടെ ശരീരത്തിൽ നിന്നും ഒരു കറുത്ത രൂപം തന്റെ ആഗ്രഹം നേടിയെടുത്തതിനു ശേഷം ചെകുത്താൻ പുറത്തേക്ക് പോകുന്നത് പോലെ കാണിച്ചത്. ഇനി റോണിയാണ് റാഹേലമ്മയുടെ ആ ഇളയ കുട്ടിയെങ്കിൽ ഗ്രാനി ആരാണ്? റാഹേലമ്മ തന്നെയാണോ? അങ്ങനെയാകാൻ ചാൻസ് ഉണ്ട്. അതായത് ചെകുത്താൻ റാഹേലമ്മയുടെ കൂടെ തന്നെ ആയിരുന്നുവെന്നും റാഹേലമ്മയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് വന്നതെന്നും പറയുന്നുണ്ട്. അതിലൂടെ റോണിയെ തിരിച്ചു കിട്ടുന്നിടം വരെ റാഹേലമ്മയുടെ ശരീരത്തിൽ ചെകുത്താൻ കുടിയിരിക്കുകയും റോണിയെ കൊന്നതിനു ശേഷം റാഹേലമ്മയുടെ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നതുമായിട്ടും കാണിച്ചതാകാം. എന്നാൽ ഇതേ സമയം തന്നെ ഗ്രാനി റാഹേലമ്മയായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു പൊരുത്തക്കേടും തോന്നിയിട്ടുണ്ട്. അതായത് ഗ്രാനി റാഹേലമ്മയുടെ ഏറ്റവും ഇളയ പുത്രനായിട്ടാണ് റോണി വന്നിരിക്കുന്നതെങ്കിൽ ഈ റോണിയും ഗ്രാനിയുമായിട്ടും ആ ഒരു പ്രായം വ്യത്യാസം തന്നെയാണ് വരേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. റോണിയുടെ ഒരു മുത്തശ്ശിയുടെ പ്രായമുള്ള ആളായിട്ടാണ് ഗ്രാനി വന്നിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഗ്രാനി തന്നെയാണ് റാഹേലമ്മ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയില്ല. പകരം റാഹേലമ്മ പണ്ട് തന്നെ മരണപ്പെട്ടിരിക്കാമെന്നും റാഹേലമ്മയെ പോലെ തന്നെ ചെകുത്താൻ സഹായിച്ചിട്ടുള്ള മറ്റൊരാളാണ് ഈ ഗ്രാനി എന്നും ഗ്രാനിയുടെ ഉള്ളിൽ ചെകുത്താൻ താമസിക്കുകയും റോണിയെ നേടിയെടുക്കുന്നിടം വരെ ഗ്രാനിയുടെ ഉള്ളിൽ തന്നെ താമസിക്കുകയും റോണിയെ നേടിയെടുത്തതിനു ശേഷം ഗ്രാനിയുടെ ശരീരം ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നതായിട്ടുമായിരിക്കാം കാണിച്ചത്. മറ്റൊന്ന്, ഈ പോളി ആരാണ്? നല്ലവനാണോ അല്ലെങ്കിൽ ഒരു ദുഷ്ട കഥാപാത്രമാണോ? ഗ്രാനി അല്ലെങ്കിൽ ഉള്ളിലുള്ള ചെകുത്താൻ പറയുന്നുണ്ട് പോളി തന്റെ ആളാണെന്ന്. കൂടാതെ അവിടെ നിന്നും പലരും പുറത്തു വന്നിട്ടുണ്ട്, അവിടെ ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് പോളി പറഞ്ഞുവെന്ന് റോണി ഗ്രാനിയോട് പറയുന്ന സമയത്ത് ഗ്രാനി ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അത് കള്ളമാണ്, പോളി പറഞ്ഞത് കള്ളമാണ് എന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ പോളി ഒരു ദുഷ്ടനായിട്ടുള്ള ആളാണെന്നും മിക്കവാറും ചെകുത്താന്റെ സഹായിയാണെന്നും ഗ്രാനിയുടെ ഉള്ളിലുള്ള ആ ചെകുത്താന് ഭക്ഷിക്കുന്നതിന് വേണ്ടി ആളുകളെ എത്തിച്ചു കൊടുക്കുന്ന പല പല അനാഥാലയങ്ങളിൽ നിന്നും മറ്റും ഇങ്ങനെ ഹോം നേഴ്സുകളായി ഇവിടേക്ക് ആളുകളെ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് പോളിയുടേതെന്നും അവസാനം പോളി യഥാർത്ഥത്തിൽ ചെകുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന റോണിയെ തന്നെ കണ്ടെത്തി കൊടുക്കുകയായിരുന്നു എന്നും മനസ്സിലാക്കാം. മറ്റൊന്ന്, ആ ഒരു ഡോറിൽ റോണി കാണുന്ന രക്തം ആരുടേതാണ്? അതിനും പല തിയറികൾ വേണമെങ്കിൽ പറയാം. അതായത് ഇതേപോലെ മുൻപ് അവിടെ നിന്നിട്ടുള്ള ആളുകളുടെ രക്തമായിരിക്കാം അവിടെ കണ്ടത്. അതായത് മുൻപ് അവിടെ മരണപ്പെട്ടിട്ടുള്ള ആളുകൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി പോളിയെ കോണ്ടാക്ട് ചെയ്യുകയും പോളി റോണിക്ക് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ആ ഒരു വെയർ ഹൗസിലേക്കുള്ള മാർഗം പറയുകയും അവർ ഓടി രക്ഷപ്പെട്ട് അവിടേക്ക് എത്തുകയും അവിടെ വന്നുകൊണ്ട് ഗ്രാനി അവരെ കൊല്ലുകയും ചെയ്തിരിക്കാം. അപ്പോൾ അവരുടെ രക്തം അവിടെയെല്ലാം പതിഞ്ഞതായിട്ടായിരിക്കാം കാണിച്ചിരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ഒരുപക്ഷെ പോളിയുടെ തന്നെ രക്തമായിട്ടും കണക്കാക്കാം. അതായത് റോണി പോകുന്നതിനെ കുറിച്ച് ഗ്രാനിയോട് പറയുന്ന സമയത്ത് നാളെ പുലർച്ചെ പോകാം എന്ന് പോളിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറയുന്ന സമയത്ത് പോളി അങ്ങനെ പറഞ്ഞോ എന്ന് ഗ്രാനി ചോദിക്കുന്നുണ്ട്. അതായത് പോളി ഈ കാര്യം ഗ്രാനിയെ അല്ലെങ്കിൽ ചെകുത്താനെ അറിയിച്ചിട്ടില്ല. സോ ഒരുപക്ഷെ തന്നോട് പറയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഇവനെ രക്ഷപ്പെടുത്താനോ മറ്റോ നോക്കിയത് കൊണ്ട് ആ പോളിയെ തന്നെ ഗ്രാനി അല്ലെങ്കിൽ ഗ്രാനിയുടെ ഉള്ളിലുള്ള ചെകുത്താൻ കൊന്നുവെന്നും ആ രക്തമാണ് അവിടെയുള്ള ഡോറിൽ പറ്റിയതെന്നും വേണമെങ്കിലും കരുതാം. മറ്റൊന്നാണ് കഥയിൽ പലവട്ടം പറയുന്ന 7 എന്നുള്ള അക്കം. റാഹേലമ്മയ്ക്ക് 7 മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ അത് ബൈബിളിലെല്ലാം പറയുന്ന 7 സിൻസ് എന്നുള്ള കാര്യത്തെ ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. അതേപോലെ റോണി അവിടെ നിന്നും പോകുന്നതിന്റെ തലേന്ന് ഡയറി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 6-ാം മാസം 6-ാം തീയതിയാണ് ആ ഡയറി എഴുതുന്നതെന്ന് പറയുന്നുണ്ട്. അന്ന് രാത്രി 12 മണിക്ക് ശേഷമാണ് റോണി മരണപ്പെടുന്നത്. അതായത് 7-ാം തീയതിയാണ് റോണി മരണപ്പെടുന്നത്. അവിടെയും 7 എന്നുള്ള അക്കത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ റോണിയോട് 2 ആഴ്ചയെങ്കിലും നിന്നാൽ മാത്രമേ പണം തരികയുള്ളൂവെന്ന് ഗ്രാനി പറയുന്നു. അതായത് ഒരു 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള ഡേറ്റ് പോലെ. മറ്റൊന്ന്, ഈ ഗ്രാനിയുടെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് റോണി കാണുന്നുണ്ട് അവിടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നതായി. ആ ചിത്രം വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ലെങ്കിലും എനിക്ക് തോന്നിയത് ഒരു പെൺകുട്ടിയുടെയോ സ്ത്രീയുടെയോ പുറകിലായി ഒരു ഇരുണ്ട രൂപം നിൽക്കുന്ന പോലെ, അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ടോ മറ്റോ നിൽക്കുന്ന പോലെയാണ് തോന്നിയത്. ഒരുപക്ഷെ ഗ്രാനിയുടെ കൂടെയുള്ള ആ ഒരു ചെകുത്താനെ ആയിരിക്കാം അത് സൂചിപ്പിച്ചത്. വേർന്ന് റോണി അവിടെ വന്നതിന് ശേഷം പിറ്റേ ദിവസം ഗ്രാനിയെ കാണുന്ന സമയത്ത് ഗ്രാനി ഒരു കുട്ടിയുടെ രൂപം, പാവ പോലെയുള്ള ഒരു രൂപം തയ്ച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ദുർമന്ത്രവാദങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന രൂപത്തെ പോലെയാണ് അവിടെ കാണിച്ചിരിക്കുന്നതെങ്കിലും എനിക്ക് തോന്നിയത് താൻ ആഗ്രഹിച്ചിട്ടുള്ള ചെകുത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആ കുട്ടിയെ കിട്ടിയതിന്റെ സന്തോഷത്തിൽ അതിന്റെ ഒരു റെഫറൻസ് പോലെയായിരിക്കാം ആ പാവ ഇവിടെ കാണിച്ചത്. കൂടാതെ ഇതേ സമയത്ത് തന്നെ റോണി അങ്ങോട്ടേക്ക് വന്ന് തുണിയെല്ലാം കഴുകാനുണ്ടെങ്കിൽ കഴുകിടാമെന്ന് പറയുന്ന സമയത്ത് ഗ്രാനി ഒന്നും വേണ്ട, കോഴിക്ക് തീറ്റ കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. കാരണം ഗ്രാനി എന്ന ആ ഒരു ക്യാരക്ടർ ഒരു ഡ്രസ്സ് മാത്രമേ സ്ഥിരമായി ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ജോലി ഇല്ല എന്ന് പറയുന്നത്.
അവസാനത്തത് ഗ്രാനി അല്ലെങ്കിൽ ചെകുത്താൻ എന്തുകൊണ്ടാണ് റോണിയെ പെട്ടെന്ന് തന്നെ കൊല്ലാതിരുന്നത്? വേണമെങ്കിൽ റോണി വന്നതിന്റെ അന്ന് തന്നെയോ പിറ്റേന്ന് തന്നെയോ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയോ കൊല്ലാമായിരുന്നു. എന്നിട്ടും ഒരു 2 ആഴ്ചക്കുള്ളിൽ മാത്രമാണ് റോണിയെ കൊല്ലുന്നത്. ഒരുപക്ഷെ അവിടെ മുൻപ് വന്നിട്ടുള്ള ആളുകളെയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കാം ചെകുത്താൻ കൊന്നിട്ടുള്ളത്. സോ ഇതിന് കാരണം ചെകുത്താൻ ചെയ്യുന്നത് മനുഷ്യരുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കി ഭയപ്പെടുത്തിയതിനു ശേഷം മാത്രം അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. റോണി കാണും വിധത്തിൽ രാത്രി പുറത്ത് കറങ്ങി നടക്കുന്നതും റോണിയുടെ കഥകിൽ വന്ന് മുട്ടുന്നതും റോണിക്ക് ആ പേടിപ്പെടുത്തുന്ന കഥയെല്ലാം പറഞ്ഞു കൊടുക്കുന്നതും ഇതെല്ലാം ചെയ്യുന്നത് തന്നെ റോണിയുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ പലപ്പോഴും റോണി ഈ ഭയത്തിൽ നിന്നും മാറിപ്പോകുന്നതായും കാണാം. അതായത് ആ കഥ പറഞ്ഞു കൊടുക്കുന്ന സീനിൽ തന്നെ റോണിയുടെ ഉള്ളിൽ ഭയം ഉണ്ടാകുന്ന സമയത്ത് ഗ്രാനി റോണി ഞാൻ മുന്നേ പറഞ്ഞത് കള്ളമാണ്, എനിക്ക് വിശക്കുന്നുണ്ട് എന്നെല്ലാം പറയുന്നത് റോണിയെ ഭയപ്പെട്ടിരിക്കുന്ന റോണിയെ കൊന്നു ഭക്ഷിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്. പെട്ടെന്ന് അവിടെ കരണ്ട് വരുമ്പോൾ റോണി ആ ഭയത്തിൽ നിന്നും മാറി ധൈര്യം സംഭരിച്ചുകൊണ്ട് ഗ്രാനിയെ മയക്കെടുത്താനായി വൈനിൽ ഉറക്കഗുളിയെ കലക്കി കൊടുക്കുന്നതായി കാണാം. സോ ഇങ്ങനെ ആ ഭയത്തിൽ നിന്നും റോണി മാറുന്ന സമയത്താണ് വീണ്ടും അവന്റെ ഉള്ളിൽ ഭയം നിറച്ചുകൊണ്ട് അവനെ കൊല്ലാനായി ഗ്രാനി ശ്രമിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ധൈര്യം സംഭരിച്ച് ഗ്രാനിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന റോണിയുടെ ഉള്ളിൽ ഭയം വരുത്തുന്നതിന് വേണ്ടി തന്നെയാകാം പോളിയും ഗ്രാനിയും കൂടി ചേർന്നുകൊണ്ട് ഇവനോട് ആ വെയർ ഹൗസിന്റെ അടുത്തേക്ക് പോകാൻ പറയുന്നതും അവിടെ രക്തക്കറ കാണിക്കുന്നതും അത് കണ്ട് ഇവൻ വീണ്ടും ഭയത്തിലാകുന്നതും അതിലൂടെ ചെകുത്താൻ അല്ലെങ്കിൽ ഗ്രാനി വന്ന് കൊല്ലുന്നതും. സോ ഇതിനു വേണ്ടിയാണ് ഒരു 14 ദിവസം അല്ലെങ്കിൽ അത്രയും ദിവസം അവരെ ഭയപ്പെടുത്തി അതിന്റെ ഒടുവിൽ മാത്രമാണ് അവരെ കൊന്നു ചെകുത്താൻ തിന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ വരാം. അതുവരെ ബൈ.